നോമ്പിൽ നിങ്ങൾ ഇച്ചിരി ഇറച്ചിയും മീനും കൂട്ടിയാലും വലിയ വിഷയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി ഉപേക്ഷയോടൊപ്പം ഏറ്റെടുക്കേണ്ടുന്ന സുഹൃതങ്ങളെ ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ആരംഭം തന്നെ വ്യർത്ഥതയിൽ കഴിച്ചുകൂട്ടിയെന്ന് പറയേണ്ടതായിട്ട് വരും. അവിടെയാണ് ഒന്നാമത്തെ ചിന്ത വളരെ പ്രസക്തമാകുന്നത്. നീ മരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? നിശ്ചലമായ ജലത്തിൻ്റെ അരികെ ഞാൻ എന്നെ നോക്കി. എൻ്റെ ജീവിതത്തിൽ ആദ്യം കൊല്ലേണ്ടുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അഹംബോധം, ഞാൻ എന്ന ഭാവം. ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരാളെ വേദപുസ്തകം നമുക്ക് ഭംഗിയായി പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റാരുമല്ല, ശിഷ്യന്മാരിൽ പ്രമുഖനായ ശീമോൻ പത്രോസ് തന്നെയാണ്. ശീമോൻ പത്രോസിൻ്റെ ജീവിതം ആദ്യമേ തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ക്രിസ്തു വിളിച്ച നാൾ മുതൽ വലിയ ആർജവത്വത്തോടെ